ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, ഷെയർ ചെയ്തു, ഹൈപ്പ് ചെയ്തു. നന്ദമൂരി ബാലകൃഷ്ണ ഒരു നെവർ ബിഫോർ ലൈക്ക്, അങ്ങനെയാണോ ലൈക്ക് ബിഫോർ നെവർ ആണോ, ആ ഒരു ഡയലോഗുണ്ട്. അതുപോലത്തെ ഒരു സംഭവമായിട്ട് വരുന്നെന്നാണ് ഡയറക്ടർ ഗോപിചന്ദ് പറയുന്നത്. 111ാമത്തെ ചിത്രമെന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. തമനാണ് ഇതിൽ മ്യൂസിക്. കണ്ടപാട് ഒരു കിടിലം പടം പൊട്ടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വൃദ്ധി 93 ബോംബെ KGF ഹലോ വൃദ്ധി സിനിമ. ഓ BGM തമനാസ് മ്യൂസിക്കൽ. വായിസിലെ മ്യൂസിക്കാണ് NBK. ഓ മൈ ഗോഡ്, ഗോപിചന്ദ് മലിനേനി ഫിലിം. തമന്റെ മ്യൂസിക് കത്തിക്കൽ ഈ പടത്തിൽ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഡാക്കു മഹാരാജൊക്കെ പോലെ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ഇട്ടാൻ നന്ദമൂരി ബാലകൃഷ്ണ നേരത്തെ കാണാത്ത പോലെ തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ലുക്കായിട്ട് വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടാണ്. ആ വിഷ്വലൊക്കെ അടിപൊളി സാധനം. ഓ വൺ മാസ് പടായിരുന്നു. സ്റ്റൈലിഷ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഓ ബർത്ത്ഡേ ആണ് കേട്ടാ, കിങ് ഓഫ് കൈ. എന്തോ ഒരു മാസ് സാധനമുണ്ട്. മസാല. ഓ എന്തുവാണ് ഇതൊക്കെ? ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ നന്ദമൂരി ബാലകൃഷ്ണ. ബാലയ്യക്ക് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഡയറക്ടർ ഗോപിചന്ദ് പുള്ളിയെ കിട്ടിലനായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നെവർ സീൻ ബിഫോർ തന്നെയാണ് ഒരു അവതാർ. കിട്ടിലനായിട്ട് ഒരു ഞാൻ തന്നെ സത്യം ഇത് ബാലയ്യ തന്നെ എന്നെനിക്ക് തോന്നിപ്പോയി. ആൻഡ് തമന്റെ കത്തിക്കൽ ഈ പടത്തിൽ ഷുവർ ആയിട്ടുണ്ടാവും. ആ ഒരു BGM വേറെ ലെവൽ സാധനമായിട്ടുണ്ട്. ഫുള്ളി അത് ലിഫ്റ്റ് ചെയ്ത് ആ ഒരു ഗ്ലിംസിനെ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ലെവൽ ഗ്ലിംസ്. ഇതിൽ കാജൽ അഗർവാൾ, സമുദ്രഗിനിയൊക്കെ വരുന്നെന്നാണ് പറയുന്നത്. സിനിമയിൽ നായികയും വേറെ വേഷങ്ങളൊക്കെ ആയിട്ട്. കാരണം ഇത് ഈ വർഷം റിലീസാകാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇത് ഇപ്പൊ തന്നെ ഗ്ലിംസ് ഒക്കെ റിലീസ് ചെയ്ത് വലിയ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതിനു മുമ്പും തന്നിട്ടുമില്ലായിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് റിലീസ് ചെയ്തതാണ്. ബട്ട് കിടിലൻ ഗ്ലിംസ്, നെവർ സീൻ ബിഫോർ അവതാർ തന്നെയാണ് ബാലയ്യയുടെ. വേറെ ലെവലായിട്ട് ആ ഒരു മ്യൂസിക്കിലെല്ലാം തമൻ ഇതിൽ എന്തായാലും കത്തിക്കും, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. മ്യൂസിക്കിലായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷ് ആയിട്ട് ആ ലുക്ക്, ആ ക്ലൈമാക്സിലൊക്കെ ആ ഒരു മാസൊക്കെ ചെയ്യുന്നുണ്ട്. JCB മേലിൽ കയറി നിന്ന് അവിടെ ആകാശത്തിൽ ഈ മിന്നലടിക്കുന്നു. ആ ഒരു അതാണ് ഒരു സൗത്ത് ഇന്ത്യൻ പടയിൽ ആ ഒരു മാസ് മസാല ചെയ്യുമ്പോൾ അവരെന്തൊക്കെ ആലോചിക്കുന്നുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അന്യായമാണ്. ആ ഒരു ലെവലിൽ ആ ഒരു പടത്തിനെ, പ്രത്യേകിച്ച് ബാലയ്യയുടെ പടമൊക്കെ നമ്മൾ റേഡിയേഷൻ, ഗ്രാവിറ്റേഷൻ, എല്ലാ സ്റ്റേഷനും എന്തൊക്കെയോ ചെയ്തു കൂട്ടേണ്ടി വരും. കാരണം അമ്മാതിരി സാധനങ്ങളാണ് ബാലയ്യ ചെയ്തു വയ്ക്കാറ്. ഇത് ടോട്ടലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ആ ഗ്ലിംസ് വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കിട്ടിയില്ല ഗ്ലിംസ്. ബാലയ്യ ഞെട്ടിച്ചിട്ടുണ്ട്. തമൻ മ്യൂസിക് കത്തിച്ചിട്ടുണ്ട്. ഗോപിചന്ദ് എനിക്ക് തോന്നുന്നു പടം മിക്കവാറും പറപ്പിക്കും.